കോഴിക്കോട് KSRTC കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലും ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും ഇപ്പോഴുമുണ്ട്. ഹൈക്കോടതി സ്വരം കടുപ്പിച്ചപ്പോൾ നീക്കം ചെയ്തത് കെട്ടിടത്തിന്റെ മുൻഭാഗത്തുള്ള ഫ്ലെക്സുകൾ മാത്രമാണ്. ഹൈക്കോടതിയുടെയും മന്ത്രിയുടെയും നിർദ്ദേശം പൂർണ്ണമായി പാലിക്കപ്പെടണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടിതോരണങ്ങളും മറ്റും മാറ്റണമെന്ന്, ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി കർശനമായി നിർദ്ദേശിച്ചൊരു കാര്യമാണ്. അതിനു പിന്നാലെ തന്നെ ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ ഈ KSRTC കോംപ്ലക്സിന് അകത്തും പുറത്തുമൊക്കെ സ്ഥാപിച്ചിട്ടുള്ള കൊടിതോരണങ്ങൾ മാറ്റണമെന്ന കർശന നിർദ്ദേശം ഗതാഗത മന്ത്രിയും നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം വന്നതിന് പിന്നാലെ തന്നെ കോഴിക്കോട്ടെ KSRTC കോംപ്ലക്സിന് മുൻപിലെ പല നേരത്തെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന കൊടിതോരണങ്ങളും മറ്റും പലതും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായി കൊടിതോരണങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ കെട്ടിടത്തിൻ്റെ അങ്ങിങ്ങായിട്ട് ഈ ഫുട്പാത്തിന് സമീപത്തും അതുപോലെ തന്നെ കോംപ്ലക്സിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുന്ന വശത്തുമൊക്കെയായിട്ട് ഇപ്പോഴും കൊടികളൊക്കെ ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് വേണം കാണാൻ. അതോടൊപ്പം തന്നെ KSRTCയുടെ മറ്റൊരു വശം, അതായത് ബസ്സുകളൊക്കെ കയറുന്ന ഭാഗത്തും ഈ രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് വിവിധ യൂണിയനുകളുടെ കൊടികൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മുൻവശത്ത് നേരത്തെ വലിയ രീതിയിൽ കുറേ എണ്ണം കൊടികൾ ഉണ്ടായിരുന്നു. അതിൽ പലതും നേരത്തെ തന്നെ എടുത്തു മാറ്റിയിട്ടുമുണ്ട്. അനധികൃതമായി ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. വഴിനടക്കാർക്ക് ബുദ്ധിമുട്ടുപരമായിട്ട് വയ്ക്കുന്ന ബോർഡുകളും അങ്ങനെയുള്ള പരസ്യ ബോർഡുകളായിരുന്നാലും പാർട്ടിയുടെ ആയിരുന്നാലും ഏതായിരുന്നാലും മാറ്റുന്നതായിരുന്നു നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കൊടിതോരണങ്ങളൊക്കെ വെക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ നഗരമൊക്കെ വളരെ വൃത്തികേടായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. അതൊക്കെ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് നമ്മുടെ ടൗണിനെ കാണുമ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ളതായിട്ട് നല്ല ഗുഡായിട്ട് നമുക്ക് തോന്നില്ലേ? അത് നമുക്കുള്ള അഭിപ്രായം. ഏത് പാർട്ടിയുടെ ആണെങ്കിലും കൊടിതോരണങ്ങൾ ഇവിടെ ടൗണുകളിലൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാൽ ഇനി ഒരു ഘട്ടത്തിൽ പോലും ഏതൊരു പരിപാടി ഉണ്ടെങ്കിൽ പോലും ഇത് സ്ഥാപിച്ച ഉടനെ തന്നെ അതല്ലെങ്കിൽ ഒരിക്കലും സ്ഥാപിക്കരുത് എന്ന കർശന നിർദ്ദേശത്തിലേക്ക്, കൃത്യമായ പരിശോധനയിലേക്ക് സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പും പോകണമെന്നുള്ളതാണ് കാര്യം. എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ KSRTC പരിസരത്തും മറ്റ് പൊതുസ്ഥലങ്ങളിലുമൊക്കെ വിവിധ പാർട്ടിക്കാരും യൂണിയനുകളുമൊക്കെ സ്ഥാപിക്കുന്ന കൊടിതോരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.